ഹലോ ഗൈസ്, എല്ലാവർക്കും ലെറ്റ്സ് പ്ലേയുടെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ നമ്മൾ അയൺ ആർമറും ഹാൻഡ് ടൂൾസിലോട്ടൊക്കെ മാറണം. നമുക്ക് അതിനായിട്ട് തന്നെ നമ്മൾ പഴയ ഐറ്റങ്ങളെല്ലാം മാറ്റി തന്ന സ്റ്റോണില്ല, പുതിയ ഐറ്റങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇന്ന് കുറേ മൈനിങ്ങിനൊക്കെ പോകും. അതാണ് ഇന്നത്തെ ജോബ്. ഇന്നത്തെ പണി അതാണ്. നമുക്ക് ഇവിടെ കയറി വരാമെന്ന് നമുക്കൊരു ടാപ്പ് ഡോർ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തു. ഇന്നലെ ഇന്ന് ഓഫ് ക്യാമറ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ നമ്മൾ സ്ലോട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ ഫുഡ് ഐറ്റം, ഇവിടെ സാമ്പിളിങ്, ഇതിനകത്ത് നമ്മളെ ഫ്ലവറും ഡൈ ഒക്കെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മളെ മൈൻ ചെയ്യുന്നത്, പിന്നെ ഇതിനകത്ത് വുഡിൻ്റെ ഐറ്റങ്ങൾ, പിന്നെ നമ്മൾ മോബിനെ കൊല്ലാത്ത സോംബി, അങ്ങനെ സ്പൈഡർ സ്ട്രിങ് ഒക്കെ കിട്ടും അങ്ങനെ. പിന്നെ ആയിട്ട് ലാസ്റ്റ് ബ്രൂവിങ്. പിന്നെ ഇനി നമ്മളെ വാല്യുബിൾ ഐറ്റമാണ് നമുക്ക് കിട്ടുന്ന റയറക്കാം. പിന്നെ അതിൻ്റെ മുന്നേ നമ്മളെ ടൂൾസ്, ആർമർ, അതൊക്കെ ഒക്കെ. പിന്നെ നമ്മൾ മണ്ടയിൽ ഒരു ഫർണസും വെച്ചിട്ടുണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി, കോളൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ. പിന്നെ ഇവിടെ ടി വി ഇട്ടിട്ടുണ്ട്, അതാണ് ചെറുതായിട്ട് നോയ്സ് കേൾക്കുന്നത്. ഇനി തന്നെ കുറേ മൈനിങ്ങിന് വേണം. മിനിമം നമുക്ക് ആർമർ ടൂൾസിലോട്ട് പറഞ്ഞാൽ ഒരു സ്റ്റാക്കോളം വേണം. നമ്മളിന്ന് ഒരു സ്റ്റാക്ക് ആയതുകൊണ്ട് നമ്മളിന്ന് ബേസിൽ വരും. ഓക്കെ, നമ്മുടെ ബേസിൻ്റെ തൊട്ടടുത്ത് തന്നെ മൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ ഒരു മൗണ്ടൻ്റെ അടിയിലാണ് മൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ തന്നെ ഞാൻ ക്ലീൻ ചെയ്യണം. ഈ സൈഡിൽ നിന്ന് ഡെൽറ്റ കളഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അതും കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പിക്കാക്സ് വെച്ച് കുഴിക്കണം. നമുക്ക് ബെഡ് റോക്ക് വരെ പോകണം. ഈ ഒരു വർഷനിൽ എത്ര നമുക്ക് അറിയത്തില്ല. വലിയ ലെവല് അത് കുറേ ഒപ്പിച്ചിട്ട് കുറച്ചാണ് ഒപ്പിച്ചിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ബെഡ് റോക്ക് വരെ വന്നിട്ടുണ്ട്. ബെഡ് റോക്ക് വരെ നമ്മൾ അങ്ങനെ ഇങ്ങനെ കുഴിച്ചിട്ട് നമുക്ക് കിട്ടിയാണെന്ന് പറഞ്ഞാൽ 23 നമുക്ക് ഇത്രയും പോലെ ഒരു സ്റ്റാക്കോളം വേണം. എനിക്കിതിൻ്റെ വൈ ലെവൽ എത്രയാണെന്ന് അറിയത്തില്ല. അതിന് സ്പോണാവുന്നത് അതൊന്ന് ഞാൻ നോക്കിയിട്ട് തരാം. ഓക്കെ, ഗൂഗിൾ പറയുന്നതെന്ന് പറഞ്ഞാൽ വൈ ലെവൽ 15 അയൺ സ്പോൺ ആവുന്നതെന്നാണ്. അതിന് 15. ഓക്കെ, 15 ഈ ലെവലിലോട്ടാണ്. നമുക്ക് ഈ സൈഡിൽ നിന്ന് കുഴിച്ചാൽ പോകാം. ഞാൻ എന്തായാലും കുറച്ച് ദൂരം പോയിട്ട് ഞാൻ കുറച്ച് അയൺ ഒപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു സ്റ്റാക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ 63 അയണുണ്ട് നമ്മളെ ഇപ്പം. അതെല്ലാം സ്മെൽറ്റ് ചെയ്തായിരുന്നു. ആ ഒരു ലെവലിലൊക്കെ അയൺ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു ഹെൽമെറ്റ് ക്രാഫ്റ്റ് ചെയ്യാം, പിന്നെ ഒരു ചെസ്റ്റ്, പിന്നെ ഒരു പാൻറ്റ്, പിന്നെ ഒരു ബൂട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുൾ അയൺ ആർമറായി. ഇനി നമുക്ക് അതിന് ടൂൾസ് വേണം. അതിനായിട്ട് നമ്മളെ സ്റ്റിക്ക് നമ്മളെ ഇല്ല. സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യണമല്ലോ. നമുക്ക് വുഡ് നമ്മളെ ഇരിക്കുള്ളൂ. ഇടയ്ക്ക് ഞാൻ ഓഫ് ക്യാമറയിൽ നിന്ന് മൈൻ ചെയ്യും കേട്ടോ വുഡൊക്കെ. നമ്മളാണെങ്കിൽ സ്റ്റിക്ക് കുറച്ചേ ഉള്ളൂ. നമുക്കൊരു കുറച്ച് പ്ലാൻസ് ഉണ്ടാക്കിയ സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്യാം. കുറച്ച് സ്റ്റിക്ക് മതി. ഇനി നമുക്ക് അതിന് ടൂൾസ് മാറാം. അതിൻ്റെ സോഡ് ഉണ്ടാക്കി, പിന്നെ ഒരു ആക്സ് ഉണ്ടാക്കി, പിന്നെ ഒരു വിക്കാക്സ് ഉണ്ടാക്കി, പിന്നെ ഷവലും പിന്നെ ഓയിലിടാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഫുൾ അയൺ ആർമറായി, അതിന് ടൂൾസുമായി. പിന്നെ ഒരു ബക്കറ്റ് ഇരിക്കട്ടെ. ഷെയർ നമുക്ക് എടുത്ത് വെച്ചേക്കാം. ലീവ്സും എല്ലാം വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഫുൾ നമ്മൾ അയൺ ടൂൾസിലോട്ടും അയൺ ആർമറിലോട്ടൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഇനി തൊട്ട് ഫുള്ള് ബിൽഡായിരിക്കും വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ സ്ലോട്ട് ചെയ്യാണ്. പ്രയറായിട്ട് ഇതിനകത്തിരിക്കട്ടെ അയണൊക്കെ. ഓക്കെ, ഇനിയാണെന്ന് ഫുള്ള് ബിൽഡായിരിക്കും ഇനി വരാൻ വേണ്ടി എപ്പിസോഡ് മൊത്തം. നമ്മൾ മാക്സിമം ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി നമ്മൾ നോക്കാം. ഇന്നത്തെ എപ്പിസോഡ് പെട്ടെന്ന് തീർന്നാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും, പക്ഷേ എനിക്ക് 1-2 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഈ അയണൊക്കെ ഒപ്പിച്ചു തന്നെ. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ വൈൻഡ് അപ്പ് ചെയ്യാറായി. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.